കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ അപ്ഡേറ്റ്സിന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയ പേജാണിത്. അങ്ങനെ എനിക്ക് റാൻഡമായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ വന്ന ഒരു വാർത്ത കാണാനിടയായി. നിങ്ങളൊന്ന് കണ്ടു നോക്കി. കോട്ടയം വൈക്കം പുളിഞ്ചുവെട്ടിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ പെൺകുട്ടികളുടെ പി മെട്രിക് ഹോസ്റ്റലിൽ കുട്ടികൾക്ക് മർദ്ദനവും അവഹേളനവുമെന്ന് പരാതി. താൽക്കാലിക ജീവനക്കാരായ ഹോസ്റ്റൽ വാർഡനും റെസിഡന്റ് ട്യൂട്ടർക്കുമെതിരെ രക്ഷിതാക്കൾ പരാതി നൽകി. ചൂരൽ പ്രയോഗവും അവഹേളനവും സഹിക്കാനാകാതെ 2 മാസത്തിനിടെ ഹോസ്റ്റലിൽ വിട്ടത് 6 വിദ്യാർത്ഥികളാണ്. ഹോസ്റ്റൽ വിട്ട് വീട്ടിലെത്തിയ തോട്ടകം സ്വദേശി ജയനാഥ് സിനിമോൾ ദമ്പതികളുടെ മകൾ 7ാം ക്ലാസ്സുകാരി അനുശ്രീ ദുരനുഭവങ്ങൾ പങ്കുവച്ചത് നിറകണ്ണുകളോടെ. ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെ ഒന്നും കിടക്കാനൊന്നും പാടില്ല, ഡൈനിഹാളിൽ നിന്നൊന്നും സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചെന്ന് ഇരിക്കാൻ ചെന്നപ്പോ ഓട്ടോനെ കാലെടുത്ത് വെച്ചവിടെ. അപ്പൊ എനിക്ക് സങ്കടമായപ്പോ ഞാൻ കിടന്ന് കുറെ കരക്കുക. അപ്പൊ അതിന് കുറെ തല്ലി. ഹോസ്റ്റൽ വാർഡനും റെസിഡന്റ് ട്യൂട്ടർക്കും എതിരെയാണ് പരാതി. നിസ്സാര കാര്യങ്ങൾക്ക് വടികൊണ്ടുള്ള അടിയും അപമാനിക്കലും പതിവാണെന്ന് മറ്റു കുട്ടികളും പറയുന്നു. അനുശ്രീയുടെ സഹോദരി ആദിശ്രീയും ഹോസ്റ്റൽ താമസം മതിയാക്കി. എങ്ങനെയുണ്ട്? നമ്മുടെ സാക്ഷര കേരളത്തില് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഒരു പ്രീ മെട്രിക് ഹോസ്റ്റലില് 10ഉം 8ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവമാണ് ഈ പറഞ്ഞത്. 6ഓളം കുട്ടികൾ അവിടുത്തെ താമസം മതിയാക്കി വീട്ടിൽ പോയെന്ന് പറയപ്പെടുന്നു. കണിച്ചുകുളങ്ങര സ്വദേശി വിദ്യാ വിപിൻകുമാർ ദമ്പതികളുടെ 2 മക്കളും ഹോസ്റ്റൽ താമസം ഒഴിവാക്കി. ഇങ്ങനെ അടുത്തിടെ 6 പേരാണ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയത്. പാത്രം കഴുകുമ്പോൾ വെള്ളം തറയിൽ വീണതിനും പഴത്തൊലി ഊണുമേശയിൽ കിടന്നതിനും രാവിലെ പത്രം ഗേറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുവരാത്തതിനും അടി വാങ്ങുന്നതായി കുട്ടികൾ പറയുന്നു. നവംബർ 1 ദാരിദ്ര്യമുക്തമായൊരു സംസ്ഥാനത്ത് കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ വിശ്വസിച്ച് സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റലിലേക്ക് അയച്ച് അവിടുന്ന് അവർക്ക് കിട്ടിയതാണിത്. ഫുഡിന്റെ ഇച്ചിരി അവിടെ താഴ്ത്തി വീണാലൊക്കെ തല്ലുമായിരുന്നു. അടിവെച്ച് തല്ലും, കൈയൊക്കെ കടിച്ചു തീർത്തൊക്കെ വരും. ഒരു +1 വിദ്യാർത്ഥിനിയെ രാത്രി 7-ന് ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടതായും പരാതിയുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ആ മാതാപിതാക്കളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. വീട് വിട്ടിറങ്ങുന്ന ഓരോ കുട്ടികളുടെയും, ആണായാലും പെണ്ണായാലും, സുരക്ഷയുടെ പരിപൂർണ ഉത്തരവാദിത്വം ആ സമൂഹത്തിനാണ്. മതം തിരിച്ചുള്ള സംഗമങ്ങൾ, കോൺക്ലേവുകൾ, സെലിബ്രിറ്റികളെ അണിനിരത്തി നടത്തുന്ന സംഗമങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വികസനം. ഒരു തലമുറയ്ക്ക് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആരോഗ്യകരമായ ഒരു വിദ്യാഭ്യാസ സാഹചര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം നമ്മുടെ സമൂഹം ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കും.